ഏവർക്കും നമസ്കാരം. നല്ലൊരു സുദിനം നേരുന്നു. ഉത്തരായന കാലം, മാഘമാസം, കൃഷ്ണപക്ഷനവമി, ഗുരുവാരം, മകരം 10. ഏവർക്കും നന്മയുള്ളൊരു ദിവസമായിക്കോട്ടെ. ഓം ദേവാനാം ച ഋഷി ഗുരും കാഞ്ചന സന്നിധി ബുദ്ധിഭൂതം ത്രലോകേശം തം നമാമി ബൃഹസ്പതി. ഓം നമോ നാരായണായ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നൊരു വാർത്തയാണ്. അധ്യാപകനെ +1 പഠിക്കുന്ന കുട്ടി വധഭീഷണി മുഴക്കിയത്. ഇപ്പം ഇവിടെ മിക്കവരും പഴയ ചൂരൽ കഷായത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം പറയുന്ന ആൾക്കാർ അനവധി പേരുണ്ട്. പക്ഷേ ഇവിടെ 2 കാര്യങ്ങൾക്കാണ് മാറ്റം വരുത്തേണ്ടത്. ഒന്ന്, നിലവിലുള്ള വിദ്യാഭ്യാസ നയം താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. 2, ഭയഭക്തി ബഹുമാനം കുട്ടികൾക്ക് ഈ തലമുറയിലില്ല. അതിലാദ്യം ചെയ്യേണ്ടത് അവർക്ക് സന്ധ്യാനേരത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നാമം ജപിക്കുവാൻ പഠിപ്പിക്കാനുള്ള ആർജവമെങ്കിലും മാതാപിതാക്കൾ കാണിക്കുക. മാതാപിതാക്കളുടെ പോരായ്മയാണ് കുട്ടി കൊലവിളി നടത്തിയത്, കുട്ടിയുടെ പോരായ്മയല്ല. ചിന്താധാരയിൽ ഈശ്വര സാന്നിധ്യവും സൽചിന്തകളും ഇല്ല എങ്കിൽ ഇതുപോലുള്ള തലമുറകൾ വളർന്നു വരും. അങ്ങനെയുള്ള തലമുറയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇവിടെ അനവധി സംഘടനകളുമുണ്ട്. അവരുടെ കൗമാരത്തെയും യൗവനത്തെയും അവർക്ക് ഉപയോഗിക്കുവാൻ തരത്തിൽ അവരെ പാകപ്പെടുത്തിയെടുക്കുവാനുള്ള സംഘടനകൾ. ഇതിൽ നിന്നെല്ലാം വിട്ടുപോരാൻ ഏറ്റവും നല്ല ഉപാധിയാണ് സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക എന്നുള്ളത്. അതിലൂടെ നേരത്തെ പറഞ്ഞ ഭയഭക്തി ബഹുമാനം എല്ലാം ഉണ്ടാകും. പണ്ട് കുട്ടികൾ കുറേ വർഷങ്ങളിൽ, അല്ലെങ്കിൽ 50 വർഷത്തിനപ്പുറം, മുതിർന്നവരോടും ഗുരുക്കന്മാരോടും ബഹുമാനമുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്ന നാമജപമുണ്ട്, ഗുരുകുല വിദ്യാഭ്യാസമുണ്ട്, സച്ചിന്തനീയമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുക്കന്മാരുമുണ്ട്. അതുകൊണ്ട് ആ തലമുറ ഒന്നും വഴിതെറ്റിയിട്ടില്ല. ഇന്ന് കാലഘട്ടം മാറി, അതനുസരിച്ച് പോവുമെങ്കിലും പഴമയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ട് അമ്മാവൻ വരുമ്പോൾ അമ്മാവനാണെന്ന് പറഞ്ഞ് പാത്തിരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇന്ന് അമ്മാവനെന്നല്ല പറയണം, അമ്മയുടെ ആങ്ങള വരുന്നു, അതെൻ്റെ അമ്മയുടെ ആങ്ങളയാണ്, അമ്മാവൻ എന്നുള്ള പദം പോയി എന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ ഗുരുശിഷ്യബന്ധം ഒരുപാട് അകന്നു പോയിരിക്കുന്നു. ഗുരുവിനെയോ വിദ്യ നൽകുന്നയാളെയോ അംഗീകരിക്കുവാൻ കുട്ടികൾ തയ്യാറാകുന്നില്ല. അത് തയ്യാറാക്കി എടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പുതിയൊരു തലമുറ വളർന്നു വരണമെങ്കിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏവർക്കും നല്ലത് വരട്ടെ. ഓം നമഃ